പൂഞ്ഞാറിലെ സെന്റ് മേരീസ് ഫൊറോന ചർച്ചിൽ ഇന്ന് നടന്ന സംഭവം എല്ലാവരും അറിഞ്ഞതാണ്. പ്രിയപ്പെട്ട അസിസ്റ്റന്റ് വികാരിയെ ഇവിടെ ഏതാനും സാമൂഹിക വിരുദ്ധർ വന്ന് കാറിടിച്ച് താഴെ വീഴ്ത്തുകയും അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിലാണ്. ഇന്ന് ഇവിടെ നടന്ന സംഭവത്തെക്കുറിച്ച് അതിന്റെ ദൃക്സാക്ഷിയായ ഈ ഇടവക്കാരൻ തന്നെയായ സിവിച്ചേട്ടൻ ഇവിടെയുണ്ട്. സിവിച്ചേട്ടനോട് നമുക്ക് ചോദിക്കാം എന്താ സംഭവിച്ചത്. സിവിച്ചേട്ടൻ ഇന്ന് എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇന്ന് വെള്ളിയാഴ്ചയാണ്. നോയമ്പിലെ വെള്ളിയാഴ്ചകളിലെ ഫുൾ ടൈം ആരാധനയുണ്ട്. 4:15 വരെ, ഫുൾ ടൈം 4:15 വരെ. 4:15 ഞാനൊരു 11:30 ആയപ്പോൾ ആരാധനയ്ക്ക് വന്നു. 12:40 വരെ പള്ളിയിലിരുന്ന് വീട്ടിലേക്ക് പോകാൻ വേണ്ടി കാർ എടുക്കാൻ വേണ്ടി ഗ്രൗണ്ടിലോട്ട് ഇറങ്ങിയപ്പോൾ കുരിശുംതൊട്ടിയാണ്, ഗ്രൗണ്ടിൽ നല്ല കുരിശുംതൊട്ടിലോട്ട് ഇറങ്ങിയപ്പോൾ ഒരു 5-8 കാറ് പാഞ്ഞു വന്നിട്ട് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് എല്ലാം നല്ല ലൈനായിട്ട് നിരത്തിയിട്ടു. കുറേ ഒരു 5 ബൈക്ക് വന്നു. അതിൽ ഒരു കാറ്, ഒരു നീല നിറമുള്ള കാറ് കുരിശുംതൊട്ടിലിട്ട് ഭയങ്കരമായിട്ട് റേസ് ചെയ്ത് റൗണ്ട് ചെയ്ത് കറക്കി. അന്നേരം എനിക്ക് ചെറിയ ഡൗട്ട് തോന്നി. ഞാൻ ആദ്യമേ ഉദ്ദേശിച്ച പള്ളിക്കകത്ത് വല്ല പരിപാടി ഉണ്ടാക്കിയാൽ ഇത്രയും കാറ് വരേണ്ട ആവശ്യമില്ലല്ലോ, എന്നാൽ കുറേ വേറെ വണ്ടി വരാൻ കാണുമായിരിക്കും, അതുകൊണ്ട് നല്ല ലൈനായിട്ട് ഇട്ടേക്കുന്നത്. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് സംഭവം മനസ്സിലായി. അപ്പോൾ കൊച്ചച്ഛന് ഇവിടുന്ന് ഈ റേസ് ചെയ്ത് സൗണ്ട് കേട്ട് പാഞ്ഞു വന്നു. അപ്പോൾ അച്ഛൻ എന്നോട്, ഞാൻ ആ കിഴക്ക് ഭാഗത്തെ ഗേറ്റിൻ്റെ അടുത്തായിട്ട് കാർ ഇട്ടിരുന്നു. അച്ഛൻ കൈകൊണ്ട് കാണിച്ച് ഗേറ്റ് അടച്ചേരെ. ഈ തൊപ്പി വെച്ച് നിസ്കാര തൊപ്പി വെച്ച് അങ്ങനെ ആയിരിക്കും, മുസ്ലിങ്ങളുടെ ഒരു രീതിയിലുള്ള തൊപ്പിയുണ്ടല്ലോ. അപ്പം ഞാൻ എന്നാ ചെയ്തു, ഈ തൊപ്പി അച്ഛനും കൂടെ കൈകൊണ്ട് കാണിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ക്ലിക്കായി. ഈ സംഭവം പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ളതാണ്, വരുന്നതാണ്. നമ്മുടെ കുരിശിന്റെ മുകളിൽ കയറി സെൽഫി എടുത്ത കഥകളൊക്കെ 2 കൊല്ലം മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ ഞായറാഴ്ച ദിവസങ്ങളിൽ 2-3 കാറുകൾ വന്ന് വേദപാഠത്തിന് സൺഡേ ക്ലാസ്സിൽ വരുന്ന പെൺപിള്ളേരുടെ ശല്യം ചെയ്യുന്ന സംഭവങ്ങളൊക്കെ പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഇവിടെ പലരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് അതിന് നിയമ നടപടികളുടെ കാര്യങ്ങളൊന്നും ഓൾറെഡി ഉണ്ടായിട്ടില്ല. അതിനുള്ള ശക്തമായ ഇപ്പോൾ DYSP ആയിട്ട് ഞാനിപ്പോൾ സംസാരിച്ചപ്പോൾ അടുത്ത ഞായറാഴ്ച തൊട്ട് ഇവിടെ പോലീസിനെ വെച്ചേക്കാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ അതൊന്നും അന്നേരം ശ്രദ്ധിച്ചില്ല. എന്നിട്ട് ഈ കാറ് ഇത് കഴിഞ്ഞിട്ട് ആണ്ട്ര ഗേറ്റ് അടയ്ക്കുന്നു എന്ന് പറഞ്ഞു. ഇവന്മാർ നേരെ, ഞാൻ എൻ്റെ സൈഡിലെ ഗേറ്റ് അടിച്ചു. അപ്പോൾ കൊച്ചച്ഛൻ പടിഞ്ഞാറ് ഭാഗത്തെ ഗേറ്റ് അടയ്ക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി. ആ പോയ പോക്കിന് പകുതി ഭാഗമേ കൊച്ചച്ഛൻ ചെന്നുള്ളായിരുന്നു. എന്നിട്ട് ഈ ആണ്ട്ര ഗേറ്റ് അടയ്ക്കുന്നു വിട്ടോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഗേറ്റ് അടയ്ക്കുന്നത് കണ്ടുള്ളവർ. അപ്പോൾ കൊച്ചച്ഛൻ ഗേറ്റ് അടയ്ക്കാൻ പോയതെന്ന് അറിയത്തുമില്ല. അപ്പോൾ എന്താണേലും ഹാഫ് സൈഡിൽ ചെന്ന് അച്ഛൻ റോഡിൽ നിന്ന് നടുക്കൂടെയല്ലേ പോകുന്നത്. ആദ്യമേ ഒരു ചുമന്ന കാർ ഇടിച്ചു. രണ്ടാമത് പോയ കാർ നന്നായിട്ട് ഇടിച്ചു വീഴ്ത്തി. അച്ഛൻ താഴെ വീണതിന് ശേഷം അച്ഛന് ആ വലത് സൈഡോട്ട് വീണപ്പോൾ അത് റോഡ് വിട്ടാ റോഡിലോട്ട് വീണെങ്കിൽ അച്ഛന് മേളിക്കൂടെ വണ്ടി കയറി പോയനെ. 100% അവർ കയറ്റി വിട്ടാൽ അവർ ജീവൻ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള രീതിയിലുള്ള പോക്കല്ല. 55 പേരുണ്ടല്ലോ. ഈ ഇത്രയും 55 പേര്, 8 കാറ്, 8-40 ആയില്ലേ. ഒരു ഇന്നോവയുണ്ട്, അതിനകത്ത് 3 പേര് അഡീഷണൽ, അപ്പോൾ 43 ആയില്ലേ. 5 ബൈക്ക്, 2-10, 53 പേര് ഏറ്റവും കുറഞ്ഞുണ്ട്. അപ്പോൾ ആ ഒരു സംഭവത്തിനകത്ത് അച്ഛൻ അവിടുന്ന് വീണ് കഴിഞ്ഞിട്ട് അവിടുന്ന് ഇങ്ങോട്ട് വരുന്നു. ഞാൻ സംസാരിക്കുന്നു, അച്ഛനോട് ഹോസ്പിറ്റലിൽ പോകാൻ പറയുന്നു. അച്ഛൻ ഹോസ്പിറ്റലിൽ പോകുന്നു. അത് കഴിഞ്ഞാണ് നമ്മൾ ഈ പ്രതിഷേധ പരിപാടിയായിട്ട് കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്ത് പള്ളി വരുന്നു. പള്ളിയിൽ കൂട്ടമണി, വ്യാഴാഴ്ചൻ്റെ അനുവാദത്തോട് കൂട്ടമണി അടിക്കുന്നു, പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നു. എല്ലാ ഇടവകയിൽ നിന്നുള്ള ആൾക്കാരും ഈ ഇടവകയിലുള്ളതും ഈ കൊറോണയുടെ കീഴിലുള്ള അച്ഛന്മാരും പിന്നെ സംഘടനകളെല്ലാം കൂടി നല്ല ഭംഗിയായിട്ട് കാര്യങ്ങൾ നടത്തി. ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ കാണുമ്പോൾ എൻ്റെ അച്ഛൻ്റെ കൈക്ക് ഓൾറെഡി നീരുണ്ട്, ഇടത്തേക്ക് നീരുണ്ട്. അതായത് തലയ്ക്കും തലയുടെ പുറവശത്തും ചെറിയ നീരുണ്ട്. കാലിന് വേന ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഞാനൊരു അച്ഛൻ മാർസിലിവ മെഡിസിറ്റിയിൽ ചെക്കപ്പിന് ഓൾറെഡി പോയിട്ടുണ്ട്. എക്സ്റേയും സ്കാനിങ്ങും ഒക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഇപ്പം ഞാൻ അറിഞ്ഞത്. അപ്പം അതിന് ശേഷമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഈ തിരക്ക് കാരണം അന്വേഷിച്ചില്ല. ഇനി വീട്ടിൽ ചെന്നിട്ട് വിളിക്കാമെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നു.